ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. വേഗം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചീനിച്ചട്ടി എടുപ്പിച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. അതിൽ അരിയില്ലേ, സാധാ ഉണ്ട അരിയാണ്, കുറച്ച് വറുക്കണം. ഈ ജയ റൈസൊക്കെ അല്ലേ, അതാണ് കേട്ടോ. അരി പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കപ്പൽ മുളക്, കുറച്ച് തോരപ്പരിപ്പ്, മുഴുവനായിട്ടുള്ള മല്ലി, കുറച്ച് ചെറിയ ജീരകം. ഇത് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇതാ പീച്ചിങ്ങ എന്ന് പറയുന്ന സാധനം. ഇത് നന്നായിട്ട് തൊലികളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം. കട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും തൊലി കളയാനായിട്ട്. ഇതിൻ്റെ തൊലി പോലും കളയാൻ പറ്റില്ല എന്നാണ് സാധാരണ പറയാറ് കേട്ടോ. അത്രയ്ക്കും പോഷകങ്ങളുള്ളതാണ് ഈ പീച്ചിങ്ങ എന്ന് പറയുന്ന സാധനം. എല്ലാം ഞാനങ്ങനെ തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകാം. ഇങ്ങനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഒന്നുകൂടെ കട്ട് ചെയ്തു. എല്ലാം അങ്ങനെ ചെയ്യാം, വഴുതനങ്ങയ്ക്ക് ചെയ്യണ പോലെ. ഇതാ അരി വറുത്തത്, ഇതാ നമ്മൾ ഈ വറുത്തതൊക്കെ കൂടി പൊടിച്ചെടുക്കാമെന്ന്. ഇതാ ഒരു ജാറെടുത്ത് നമുക്കതിലിട്ട് കൊടുക്കാം. ഇതാ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ തേങ്ങക്കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത്, കട്ട് ചെയ്തത്. അതേപോലെ പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മതിയാവും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കാം. എന്താ ഈ പൊടിച്ച മിക്സ് കുറേശ്ശായിട്ട് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. ആവുന്നതിൻ്റെ ഉള്ളിലേക്ക് ആവുന്നത് മതി. വേണമെങ്കിൽ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ഇതിനുള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കാം. ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്തതിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകൊക്കെ. ഇതങ്ങനെ എല്ലാം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ തീ കത്തിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ചെറിയുള്ളി കട്ട് ചെയ്തത്, വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതാ 2 പച്ചമുളക്, ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ഇട്ട് കൊടുക്കാം. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് വേവട്ടെ, തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ പീച്ചിങ്ങ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഇത് കറക്റ്റായിട്ട് മുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണേ. കഴിക്കാനും അതേപോലെ വളരെ ടേസ്റ്റിയാണ്.